വചനം 67. വാക്കർത്ഥം: വല്ലദീന, യാതൊരു കൂട്ടരും, ഇദാ അൻഫഖൂ, അവർ ചിലവഴിക്കുന്നതായാൽ, ലം യുസ്രിഫൂ, അവർ അതിരു കവിയുകയില്ല, അമിതവ്യയം ചെയ്യുകയില്ല, വലം യഖ്തുറൂ, അവർ ലുബ്ദ് അഥവാ പിശുക്ക് കാണിക്കുകയുമില്ല, കുടുസ് കാണിക്കയുമില്ല. വകാന, അതായിരിക്കും, ബൈനദാലിക, അതിനിടക്ക്, ഖവാമൻ, മിതമായത്, ചൊവ്വായത്. والذين إذا أنفقوا لم يسرفوا ولم يقتروا وكان بين ذلك قواما. തങ്ങൾ ചിലവ് ചെയ്യുന്നതായാൽ അമിതവ്യയം ചെയ്യുകയാകട്ടെ പിശുക്ക് കാണിക്കുകയാകട്ടെ ചെയ്യാത്തവരുമാകുന്നു. അതിനിടയിൽ മിതമായതായിരിക്കുന്നതാണ് അത്. 67-ാം വചനത്തിൻ്റെ വിശദീകരണം: യാതൊന്നും ചിലവഴിക്കാത്ത ആളുകളുണ്ടാകുകയില്ല. ചിലവഴിക്കുന്നതിൻ്റെ ഏറ്റക്കുറവ്, ചിലവഴിക്കുന്ന വിഷയത്തിൻ്റെ ഗുണദോഷം, ചിലവഴിക്കുന്നവൻ്റെ പരിതസ്ഥിതി എന്നിവ നോക്കിയിട്ടാണ് ഒരാളുടെ ലുബ്ധതയും അമിതത്വവും കണക്കാക്കുന്നത്. മിക്ക ജനങ്ങളും ഈ രണ്ടിലൊരു തരത്തിൽപ്പെട്ടവരായിരിക്കും. ഇക്കൂട്ടരാകട്ടെ രണ്ടു തരത്തിലും ഉൾപ്പെടുന്നില്ല. അവർ എല്ലാ നിലക്കും മിതത്വം പാലിക്കുന്നവരായിരിക്കും. മിതമായി ചെലവഴിക്കേണ്ടത് ദാനധർമ്മങ്ങളിൽ മാത്രമല്ല, സ്വന്താവശ്യങ്ങളിലും വീട്ടാവശ്യങ്ങളിലും എന്നുവേണ്ട മറ്റെല്ലാ കാര്യങ്ങളിലും അതാവശ്യമത്രേ. വാസ്തവത്തിൽ ദാനധർമാദി വിഷയങ്ങളെക്കാൾ മിതത്വം ഗൗനിക്കേണ്ടത് അവയിലാണു താനും. മുജാഹിദ് റഹിമഹുള്ള പ്രസ്താവിച്ചതായി ഇങ്ങനെ നിവേദനം ചെയ്യപ്പെടുന്നു: അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ മക്കായിലെ ഒരു മലയായ അബൂ ഖുബൈസ് മലയോളം സ്വർണം ചെലവഴിച്ചാലും അത് അമിതവ്യയമല്ല. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുന്ന കാര്യത്തിൽ ഒരു സേർ ധാന്യം ചിലവഴിച്ചാലും അത് അമിതവ്യയമാകുന്നു. 6-ാമത് ഗുണവിശേഷം അടുത്ത വചനത്തിൽ പ്രസ്താവിക്കുന്നു: